بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل وسلم على نبينا وحبيبنا محمد وعلى آله وصحبه وسلم تسليما كثيرا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ റഹ്മത്ത് നമ്മുടെ ഈ മജ്ലിസിൽ വർഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കുക എന്ന ആ ഖാലിസായ നീയത്ത് ഉള്ള സാലിഹ്യങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ സഹീഹുൽ ബുഖാരിയുടെ വിശദീകരണ ക്ലാസ്സിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാനിൽ 5-ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഈമാനുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പഠിച്ചു കഴിഞ്ഞു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അലൈക്കുമുസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന വഅഹ്ലുൻ നാരിൻ നാർ ثم يقول الله تعالى أخرجوا من كان في قلبه مثقال حبة من خردل من إيمان. ഒരു കടുകുമണി തൂക്കം ഈമാൻ വല്ലവൻ്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് പുറത്തു കടത്തുക എന്ന കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകൾക്ക് നൽകുന്നു. അപ്പോൾ തൗഹീദുള്ള ഈമാനുള്ള വിശ്വാസികൾ അവർ എത്ര പാപം ചെയ്താലും, പാപികളാണെങ്കിലും തൗഹീദ് ഉണ്ടെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് പുറത്തായിട്ടില്ലെങ്കിൽ, അവർക്ക് എത്ര കണ്ട് അവർ നരകത്തിൽ കഴിഞ്ഞുകൂടിയാലും അവർ സ്വർഗത്തിലേക്കാണ് അവസാനിക്കുന്നത് എന്ന ആശയമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇതിൽ തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെയും ആദർശം. ഒരു പാപി കാലാകാലവും നരകത്തിൽ പ്രവേശിക്കില്ല. മറിച്ച് ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം 2 അവസ്ഥകളാണുള്ളത്. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റഹ്മത്ത് കൊണ്ട് അവൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. രണ്ടാമത്തെ അവസ്ഥ, അവൻ്റെ പാപങ്ങൾക്കനുസരിച്ച് അവനെ ശിക്ഷിച്ച് ആ ശിക്ഷയുടെ വേള കഴിഞ്ഞാൽ പിന്നീട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈ 2 അവസ്ഥകളല്ലാതെ എന്നേക്കുമായി നരകത്തിൽ കഴിഞ്ഞുകൂടും എന്ന ആദർശം അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമല്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹദീസ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, വഅറാദ ബിഇറാദിഹി അർറദ്ദ അലൽ മുർജിഅ. ഇമാം ബുഖാരി അലൈഹിസ്സലാം ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഈ ഹദീസ്
ഉദ്ധരിച്ചത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അർ-റദ്ദ അലൽ മുർജിഅ, മുർജികൾക്കുള്ള മറുപടിയാണ്. ആരാണ് ഈ മുർജിഅ? അമൽ ഈമാനിൽ ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് മുർജിഅ. അവർക്കുള്ള മറുപടിയാണിത്. എന്താ മറുപടി? ലിമാ ഫീഹി മിൻ ബയാനി ദററിൽ മആസി മഅൽ ഈമാൻ, ഈമാനോടൊപ്പം മആസി ഉണ്ടെങ്കിൽ, അതായത് അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതെന്താണ്? അത് മനുഷ്യന് ദററാണ്. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവനെ ഉപദ്രവിക്കും, അവനക്ക് അപകടമാണത്. അപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് പാപം ചെയ്താലും അത് യാതൊരു നിലക്കും ആ വിശ്വാസിയെ ബാധിക്കില്ല എന്ന മുർജിഅകളുടെ ആശയത്തിന് മറുപടിയാണിത്. അവരുടെ വാദത്തിന് മറുപടിയാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് മറുപടി നൽകി. മാത്രമല്ല വഅലൽ മുഅ്തസിലതി ഫി അന്നൽ മആസി മൂജിബത്തുൻ ലിൽ ഖുലൂദ്, മുർജിഅക്കാർക്ക് മാത്രമല്ല മറുപടി, മുഅ്തസിലക്കാർക്കും മറുപടിയാണ്. വഅലൈക്കും അസ്സലാം. എന്താണ് അവരുടെ ആശയം? പാപങ്ങൾ ചെയ്താൽ അത് എന്നേക്കും നരകത്തിൽ കഴിഞ്ഞുകൂടാനുള്ള ഒരു കാരണമാണെന്ന് മുഅ്തസിലക്കാർ അവകാശപ്പെടുന്നു. അവർക്കുള്ള മറുപടിയും കൂടിയാണ് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ രണ്ട് വിഭാഗക്കാരുടെയും മധ്യമ നിലപാടാണ് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്താണത്? പാപം ചെയ്താൽ ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റഹ്മത്ത് കൊണ്ട് ആ പാപങ്ങൾ പുറത്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ ആ പാപിയായ മനുഷ്യൻ പാപത്തിന് അനുസരിച്ച് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കും, ഒരു മുസ്ലിം വിശ്വാസിയായ പാപിയാണെങ്കിൽ. എന്നാൽ പാപം ചെയ്താൽ യാതൊരു നിലക്കും ശിക്ഷ ഉണ്ടാവില്ല, അത് തെറ്റാണ്. അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്താൽ അവൻ കാഫിറായി മുർത്തദ്ദായി അവൻ നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ ഫീഹ എന്ന രീതിയും ശരിയല്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹദീസിൻ്റെ ഉദ്ദേശം. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുവാൻ പോകുന്നത് കിതാബുൽ ഈമാൻ എത്രാമത്തെ അധ്യായമാണ്? 2-ാമത്തെ അധ്യായമാണ്. കിതാബുൽ ഈമാനിലെ ഒരു അധ്യായമാണ് ബാബുൻ ഇദാ ലം യകുനിൽ ഇസ്ലാമു അലൽ ഹഖീഖ. ഈ അധ്യായത്തിന് നമ്പർ 19 ആണ്. 19-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ കീഴിലുള്ള ഹദീസ് നമ്പർ എത്രയാണ്? 27. അഥവാ സഹീഹുൽ ബുഖാരിയിലെ 27-ാമത്തെ ഹദീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് വായിക്കാം. ഖാലൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ് കിതാബുൽ ഈമാൻ ബാബുൻ ഇദാ ലം യകുനിൽ ഇസ്ലാമു അലൽ ഹഖീഖ വകാന على الاستسلام أو الخوف من القتل لقوله تعالى قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا فإذا كان على الحقيقة فهو على قوله جل ذكره إن الدين عند الله الإسلام. حدثنا أبو اليمان قال أخبرنا شعيب عن الزهري قال أخبرني عامر بن سعد ابن أبي وقاص عن سعد رضي الله عنه
أن رسول الله صلى الله عليه وسلم أعطى رهطا وسعد جالس فترك رسول الله صلى الله عليه وسلم رجلا هو أعجبهم إلي فقلت يا رسول الله ما لك عن فلان فوالله إني لأراه مؤمنا فقال أو مسلما فسكت قليلا ثم غلبني ما أعلم منه فعدت لمقالتي فقلت ما لك عن فلان فوالله إني لأراه مؤمنا فقال أو مسلما ثم غلبني ما أعلم منه فعدت لمقالتي وعاد رسول الله صلى الله عليه وسلم ثم قال يا سعد إني لأعطي الرجل وغيره أحب إلي منه خشية أن يكبه الله في النار ورواه يونس وصالح ومعمر وابن أخي الزهري عن الزهري. ഇതാണ് ഹദീസിൻ്റെ ഈ കിതാബുൽ ഈമാനിലെ 19-ാമത്തെ അധ്യായവും അതിൻ്റെ താഴെ നൽകിയ ഹദീസിൻ്റെ അറബി വായനയാണ് നമ്മൾ നടത്തിയത്. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞുകൊണ്ട് വിശദീകരണത്തിലേക്ക് ഷർഹിലേക്ക് പ്രവേശിക്കുകയാണ്. ബാബുൻ അധ്യായം ഇദാ ലം യകുനിൽ ഇസ്ലാമു അലൽ ഹഖീഖ. ഇസ്ലാം എന്ന പ്രയോഗം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലായിരുന്നാൽ, ഇസ്ലാം എന്ന പ്രയോഗം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലായിരുന്നാൽ, അതായത് ഇസ്ലാം എന്ന വാക്കിന് ഭാഷാപരമായ അർത്ഥവുമുണ്ട്, എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥവുമുണ്ട്. അറബിയിൽ പറയും അൽ ഹഖീഖത്തുൽ ലുഗവിയ്യ വൽ ഹഖീഖത്തു ശർഇയ്യ. ഇത് രണ്ടും രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഭാഷാപരമായ യാഥാർത്ഥ്യവും ശർഇയായ യാഥാർത്ഥ്യവും. ഇസ്ലാം എന്ന പ്രയോഗത്തിൻ്റെ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണ്? കീഴ്പ്പെടുക എന്നാണ്. കീഴ്പ്പെടുക, അൽ-ഇൻഖിയാദു വത്താഅ, കീഴ്പ്പെടലും അനുസരണവുമാണ് ഇസ്ലാം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം, ഭാഷാപരമായ അർത്ഥം. എന്നാൽ ശർഇയായ അർത്ഥമാണ് നമുക്ക് പല ഹദീസുകളിൽ നിന്നും വായിക്കാൻ സാധിക്കുന്നത്. അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാത്ത് വ തുഅതിയസ് സക്കാത്ത്. ഷഹാദത്തിൻ്റെ രണ്ട് വശങ്ങൾ, ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് ഉച്ചരിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ യഥാർത്ഥ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ഒരുമിക്കുമ്പോൾ എന്തായി? യഥാർത്ഥ ഇസ്ലാം ദീൻ എന്ന ആ സാങ്കേതിക പദമാണ് പിന്നീട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇദാ ലം യകുനിൽ ഇസ്ലാമു അലൽ ഹഖീഖ, ഇസ്ലാം അതിൻ്റെ യഥാർത്ഥ അഥവാ ശർഇയായ അർത്ഥം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, വകാന അലൽ ഇസ്തിസ്ലാം, കീഴ്പ്പെടുക, വഴങ്ങുക എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെട്ടാൽ, ഔൽ ഖൗഫ് മിനൽ ഖത്ൽ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന പ്രയോഗം കീഴ്പ്പെടുക എന്ന അർത്ഥത്തിലോ, അല്ലെങ്കിൽ വധശിക്ഷ ഭയന്നുകൊണ്ട് ഒരു വ്യക്തി ബാഹ്യമായി മുസ്ലിമാവും, അത് യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊള്ളുന്ന അവസ്ഥയിലല്ല, മറിച്ച്
കൊല, ഖത്ല് ഭയന്നുകൊണ്ടുള്ള ഒരു ഇസ്ലാമാണ്, ബാഹ്യമായ ഇസ്ലാമാണ്. ഇവിടെ അങ്ങനെ ആയാൽ, അതായത് ഇസ്ലാം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഇല്ലെങ്കിൽ എന്ന ആ പദം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മറുപടി ഇമാം ബുഖാരി നൽകിയിട്ടില്ല. എന്താണ് കാരണം? മറുപടി നമുക്ക് അറിയാവുന്ന കാരണം. അറബികളുടെ ശൈലിയാണത്, മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ എന്ന രീതിയിൽ ഷർത്ത് എന്ന് പറയും. ഷർത്ത് നൽകിയിട്ട് അതിൻ്റെ ജവാബ് ഉദ്ധരിക്കപ്പെടുകയില്ല. കാരണം ജവാബ് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ അത് സങ്കല്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാം യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ ഒന്നുകിൽ കീഴ്പ്പെടുക എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ഖത്ല് ഭയന്നുകൊണ്ട് ബാഹ്യമായ ഇസ്ലാം ആണെങ്കിലോ എന്താണ് അതിൻ്റെ അവസാനത്തെ ഫലം? പരലോകത്ത് അവന് അതുകൊണ്ട് ഒരു പ്രതിഫലവും അല്ലെങ്കിൽ ഒരു ഉപകാരവും ഉണ്ടായില്ല. അതാണ് അതിൻ്റെ മറുപടി. ഇതാ എന്ന് വെച്ചാൽ അങ്ങനെ ആണെങ്കിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാ എന്ന വാക്ക് ഷർത്താണ്, അദാത്തു ഷർത്താണ്. അതിനെന്തുണ്ടായിരിക്കണം? ജവാബ് ഉണ്ടായിരിക്കണം. ആ ജവാബ് മഹ്ദൂഫാണ്, അവിടെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? അത് അറിയപ്പെടുന്നതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നു, ഹുദീഫ ജവാബു ഖൗലിഹി ഇദാ. ഇദാ എന്ന വാക്കിൻ്റെ ജവാബ് എന്താണ്? ഹുദീഫ, അത് എന്താണ്? കളയപ്പെട്ടിരിക്കുന്നു. ലിൽ ഇൽമി ബിഹി, എന്താ കാരണം? അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്. കഅന്നഹു യഖൂലു, എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇദാ കാനൽ ഇസ്ലാമു കദാലിക, അപ്രകാരം ഇസ്ലാം ആണെങ്കിൽ. എപ്രകാരം? അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ ലം യൻതഫി ബിഹി ഫിൽ ആഖിറ, ആ മനുഷ്യൻ, ആ ബാഹ്യമായ ഇസ്ലാം നടിച്ച ആ വ്യക്തിക്ക് പരലോകത്ത് യാതൊരു നിലക്കും ഉപകരിക്കില്ല. വക്കാന അലൽ ഇസ്തിസ്ലാം, ഒന്നുകിൽ ഇസ്തിസ്ലാമിൻ്റെ അർത്ഥത്തിലോ അല്ലെങ്കിൽ അവിൽ ഖൗഫ് മിനൽ ഖത്ലി, വധശിക്ഷ ഭയന്നുകൊണ്ടോ ആണെങ്കിൽ എന്താണ്? അവന് പരലോകത്ത് അവനക്ക് ഉപകാരം ലഭിക്കില്ല. ലിഖൗലിഹി തആല, എന്താണ് ഇതിന് തെളിവ്? അപ്പോൾ ഇവിടെ ബാഹ്യമായ ഇസ്ലാമുണ്ട്, യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ബാഹ്യത്തിലും അതുപോലെ തന്നെ ആന്തരികമായും പരോക്ഷമായും യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അതാണ് ആഖിറത്ത് ഉപകരിക്കുന്ന ഇസ്ലാം. ശരി, ഈ രണ്ട് വ്യത്യാസമുള്ള രീതികൾ ഈ ആയത്തിലൂടെ മനസ്സിലാകുമെന്നാണ് ഇമാം ബുഖാരി പറയുന്നത്. ലിഖൗലിഹി തആല, ഈ ആയത്ത് കൊണ്ട്, ഈ അള്ളാഹുവിൻ്റെ വചനം കൊണ്ട്. കാരണം ഖാലത്തിൽ അഅറാബു ആമന്ന, എന്താണ് അർത്ഥം? ഗ്രാമീണരായ അറബികൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖുൽ ലം തുഅ്മിനു, താങ്കൾ പറഞ്ഞു കൊടുക്കൂ, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ പറയുക. അപ്പോൾ ഇവിടെ ഈ അറാബികൾ അഥവാ ഗ്രാമീണരായ അറബികൾ ഞങ്ങൾ ഈമാനുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിഷേധിച്ചു. ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ ഈമാനിലേക്ക് എത്തിയിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, പക്ഷെ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അഥവാ ഞങ്ങൾ മുസ്ലിങ്ങളായിത്തീർന്നിരിക്കുന്നു, ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഗ്രാമീണരായ അറബികൾ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിഷേധിച്ചു കളഞ്ഞു.
ഇമാം ബുഖാരിയുടെ ഉദ്ദേശപ്രകാരം ഈ അറാബികൾ ആരാണ്? കപടവിശ്വാസികളാണ്. അവർ ബാഹ്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അവരുടെ മനസ്സിൽ യഥാർത്ഥ ഈമാൻ ഇല്ല. അതുകൊണ്ടാണ് ഖുൽ ലം തുഅ്മിനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ പല പണ്ഡിതന്മാരുടെയും വീക്ഷണപ്രകാരം അങ്ങനെയല്ല. ഇമാം ബുഖാരിയുടെ വീക്ഷണം ഇങ്ങനെയാണ്. എന്താണ്? ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട അറാബികൾ കപടവിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈമാനില്ല, ഖുൽ ലം തുഅ്മിനു എന്ന് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ഇമാം ഇബ്നു കസീറിൻ്റെ തഫ്സീർ എടുത്ത് നോക്കിയാൽ ഈ വീക്ഷണത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണത്? ഇമാം ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ പറയുന്നു, لأن البخاري رحمه الله ذهب إلى أن هؤلاء كانوا منافقين يظهرون الإيمان وليسوا كذلك. ഇമാം ബുഖാരിയുടെ മദ്ഹബ് പ്രകാരം ഈ ആയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഈ അറാബികൾ കാനു മുനാഫിഖീൻ, അവർ കപടവിശ്വാസികളായിരുന്നു. യുദ്ഹിറൂനൽ ഈമാന വലൈസു കദാലിക്, അവർ ഈമാന് പ്രകടിപ്പിക്കും, വെളിവാക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വസ്സഹീഹുൽ അവ്വൽ, ആദ്യം നാം ഉദ്ധരിച്ച അഭിപ്രായമാണ് ശരി. എന്താണ് അദ്ദേഹം ആദ്യം ഉദ്ധരിച്ചത്? അന്നഹും ഖൗമുൻ ഇദ്ദഉ ലിഅൻഫുസിഹിം മഖാമൽ ഈമാൻ. യഥാർത്ഥ അല്ലെങ്കിൽ ശരിയായ അഭിപ്രായ പ്രകാരം അവർ കപട വിശ്വാസികളല്ല എന്നാണ് ഇബ്നു കസീർ പറയുന്നത്. ഇബ്നു കസീർ ശരിവച്ച അഭിപ്രായ പ്രകാരം ഖാലത്തിൽ അഅറാബ് എന്ന ആയത്ത് പരാമർശിച്ച അറാബികൾ ആരല്ല? കപടവിശ്വാസികളല്ല. പക്ഷെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിമർശിക്കാനുള്ള കാരണം? അന്നഹും ഖൗമുൻ ഇദ്ദഉ ലിഅൻഫുസിഹിം മഖാമൽ ഈമാൻ. ഈമാൻ എന്ന മഖാം ഇസ്ലാമിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനമാണ്. മനസ്സിലായില്ലേ? ഈമാൻ പിന്നീട്, അല്ലെങ്കിൽ ഇസ്ലാം പിന്നീട് ഈമാൻ പിന്നീട് ഇഹ്സാൻ. ഇത് ഈ 3 ദറജകളാണ്. അപ്പോൾ ഈ ഇസ്ലാമിലേക്ക് അടുത്ത് മുസ്ലിമായ നവമുസ്ലിമുകളാണ് ആര്? ഈ അറാബികൾ. അവർ പറയുകയാണ്, എന്ത്? ആമന്ന, ഞങ്ങൾക്ക് സമ്പൂർണമായ ഈമാൻ ഞങ്ങൾ ഉൾക്കൊണ്ടു, പൂർണ്ണരായ വിശ്വാസികളായി തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാണ് ഖുൽ ലം തുഅ്മിനു. ഇബ്നു കസീർ പറയുന്നു, അന്നഹും ഖൗമുൻ ഇദ്ദഉ ലിഅൻഫുസിഹിം മഖാമൽ ഈമാൻ. ഈമാനിൻ്റെ മഖാമ് അവർ സ്വയം വാദിച്ചു. വലം യഹ്സുൽ ലഹും ബഅദു, എന്നാൽ ആ മഖാമിലേക്ക് അവർ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല, അവർക്കത് ലഭിച്ചിട്ടില്ല. ഫഉദ്ദിബു വഉഅ്ലിമു അന്ന ദാലിക ലം യസിലു ഇലൈഹി ബഅദ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അദബ് പഠിപ്പിക്കുകയാണ്. ഫഉദ്ദിബു വഉഅ്ലിമു, അവർക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു, അന്ന ദാലിക ലം യസിലു ഇലൈഹി ബഅദ്, ഈമാനിൻ്റെ മഖാമിലേക്ക് ഇതുവരെ അവർ എത്തിയിട്ടില്ല. വലൗ കാനൂ മുനാഫിഖീന ലഉന്നിഫു വഫുദിഹു. ഇബ്നു കസീർ പറയുന്നു, ഇനി അവർ കപടവിശ്വാസികളായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവരുടെ കാര്യം എടുത്തു പറഞ്ഞ് അവരെ വശനാക്കിയിരുന്നു. കാരണം കപടവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് സൂറത്ത് തൗബയിലൂടെ എല്ലാവരുടെ എല്ലാ ഉള്ളുകള്ളികളും അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ സൂറത്ത് തൗബയ്ക്ക് വേറൊരു പേരുണ്ട്. സൂറത്ത് തൗബയ്ക്ക് പ്രത്യേകിച്ച് ധാരാളം പേരുകളുണ്ട്. അതിലൊന്നെന്താണ്? അൽ ഫാദിഹ. സൂറത്ത് തൗബയ്ക്ക് ബറ എന്ന പേരുണ്ട്. അതുപോലെ തന്നെ ഒരു പേരാണ് അൽ ഫാദിഹ. എന്താ ഫാദിഹ വെച്ചാൽ ഐ അസ്സൂറത്തുൽ ലത്തി തഫ്ദഹുൽ മുനാഫിഖീൻ. കപടവിശ്വാസികളുടെ ഉള്ളുകള്ളികൾ ജനങ്ങളെ മുമ്പാകെ വെളിവാക്കുന്ന അധ്യായം, വഷളാക്കുന്ന അധ്യായം. അതാണ് സൂറത്തു അത്തൗബ. ഇബ്നു കസീർ പറയുന്നത്, അങ്ങനെ അവിടെ കപടവിശ്വാസികളാണെങ്കിൽ ഈ രീതിയല്ല ഖുർആൻ അവരോട് സ്വീകരിക്കുന്ന നിലപാട്. മറിച്ച് കപടവിശ്വാസികളോട് എങ്ങനെയാണോ പെരുമാറിയത് അതേ രീതിയിൽ അവരോടും പെരുമാറുമായിരുന്നു. കമാ ദക്കറൽ മുനാഫിഖൂന
കമാ ദുകിറൽ മുനാഫിഖൂന ഫീ സൂറത്തി ബറാഅ, സൂറത്തു ബറാഅയിൽ, സൂറത്തു തൗബയിൽ കപടവിശ്വാസികൾ പരാമർശിക്കപ്പെട്ടതുപോലെ തന്നെ ഇവരെയും ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട്, ശക്തമായ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് ഈ അറാബികളോടും അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷെ വഇന്നമാ ഖീല ലിഹഉലാഇ തഅദീബൻ, അവരെ അദബ് പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അദ്ധ്യായത്തിൽ, ഈ സൂറത്തിൽ, ഈ ആയത്തിൽ പറയുന്നത് ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, അഥവാ ഈമാനിൻ്റെ മഖാമിലേക്ക് എത്തിയിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ ഇസ്ലാം എന്ന ആ മഖാമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എന്തുണ്ട്? പൂർണ്ണമായ ഈമാൻ, വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറക്കാനുണ്ട്. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, എന്താണ് അർത്ഥം? വലമ്മ ഇല്ല എന്നർത്ഥം. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല. ഐ ലം തസ്ലു ഇലാ ഹഖീഖത്തിൽ ഈമാനി ബഅദു, ഈമാനിൻ്റെ ആ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ ഇതുവരെ എത്തിക്കഴിഞ്ഞിട്ടില്ല. ഇബ്നു കസീർ വളരെ ഭംഗിയായിട്ട് സൂറത്തുൽ ഹുജറാത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇമാം ബുഖാരിയുടെ മദ്ഹബ് നമുക്ക് മനസ്സിലായി. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് കേവലം ഹദീസ് ഉദ്ധരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഫിഖ്ഹുൽ ബുഖാരി ഫി തറാജിമിഹി, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഓരോ ഹദീസിനും നൽകുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലൂടെയാണ് ഇമാം ബുഖാരിയുടെ ഫിഖ്, അറിവ്, വിജ്ഞാനം വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇമാം ബുഖാരിയുടെ വീക്ഷണപ്രകാരം എന്താണ്? ഇസ്ലാമും ഈമാനും, ഈ രണ്ട് കാര്യങ്ങളും, യാഥാർത്ഥ്യങ്ങളും ഒന്നാണ്. പക്ഷേ ഇസ്ലാമിന് എന്തുണ്ട്? ബാഹ്യമായ ഇസ്ലാമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കീഴ്പ്പെടുക. എന്നാൽ യഥാർത്ഥമായ അല്ലെങ്കിൽ ശരിയായ ഇസ്ലാം എന്ന പ്രയോഗമുണ്ട്. അതാണ് ഇസ്ലാം ദീൻ. മനസ്സിലായില്ലേ? എന്നാൽ മറ്റൊരു പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ഇസ്ലാമും ഈമാനും, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ വെവ്വേറെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പൊതുവായ ഒരു അർത്ഥമാണ്. ഈമാൻ എന്ന് വെച്ചാലോ അത് ഖാസാണ്. എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എന്നാൽ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. എന്താ കാരണം? ഇസ്ലാമിനേക്കാൾ ഉയർന്ന ഒരു പടിയാണ് ഏത്? ഈമാൻ. അതുകൊണ്ടാണ് എല്ലാ മുസ്ലിമും മുഅ്മിനല്ല എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ നീണ്ട ഹദീസ് ഉണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, മൽ ഇസ്ലാം മൽ ഈമാൻ. അതിനാണ് ഹദീസ് ജിബ്രീൽ എന്ന് പറയുക. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഹദീസ്. അവിടെ ഇസ്ലാമും ഈമാനും ഒരുമിച്ച് ഉദ്ധരിച്ചു. ഇസ്ലാമിന് ഒരു അർത്ഥവും ഈമാനിന് വേറൊരു അർത്ഥവുമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമും ഈമാനും അവ തമ്മിൽ എന്തുണ്ട്? അന്തരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് ധാരാളം പണ്ഡിതന്മാരുടെ വീക്ഷണം. ഏത്? ഇസ്ലാമും ഈമാനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന യാഥാർത്ഥ്യം. ഇമാം ഇബ്നു റജബിൽ ഹംബലി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ, ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ എന്നതിന് മുമ്പ് ഹംബലി മദ്ഹബുകാരനായ ഹിജ്റ 795 മരണപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു റജബിൽ ഹംബലി റഹ്മഹുല്ലാഹ് എഴുതിയ ഫത്ഹുൽ ബാരി എന്ന പുസ്തകത്തിൻ്റെ 1-ാം വാള്യത്തിൻ്റെ ചട്ടയാണിത്. ഫത്ഹുൽ ബാരി ഷർഹ് സഹീഹുൽ ബുഖാരി. ഇതിൽ ഇബ്നു റജബിൽ ഹംബലി റഹ്മഹുല്ലാഹ് ഇദാ ലം യകുനിൽ ഇസ്ലാമു അലൽ ഹഖീഖ എന്ന ഈ ഇബാറത്തിൻ്റെ ഷർഹിൽ പറയുന്നുണ്ട്, മഅനാ ഹാദൽ കലാം അന്നൽ ഇസ്ലാമ യുത്ലഖു ബിഇഅ്തിബാറൈൻ, ഇസ്ലാം രണ്ട് നിലക്ക് പ്രയോഗിക്കപ്പെടും. അഹദുഹുമാ ബിഇഅ്തിബാരിൽ ഇസ്ലാമിൽ ഹഖീഖി വഹുവ ദീനുൽ ഇസ്ലാം. ഒന്നെന്താണ്? യഥാർത്ഥ ഇസ്ലാം മതം. ആ നിലക്ക് അതിൻ്റെ ശർഈയായ അർത്ഥത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്.
രണ്ടാമത്തെ പ്രയോഗം എന്താണ്? ബിഅ്തിബാരിൽ ഇസ്തിസ്ലാമി ളാഹിറൻ, ബാഹ്യമായി ഒരു കീഴ്പ്പെടൽ, ഇസ്ലാം സ്വീകരിച്ചു എന്ന് ബാഹ്യമായി ഒരാൾ പ്രകടിപ്പിക്കുക. മഅ അദമി ഇസ്ലാമിൽ ബാത്തിൻ, എന്നാൽ എന്തില്ല? ശരിയായ ഇസ്ലാം ഇല്ല. അപ്പോൾ ഈ രണ്ട് നിലക്കും ഇസ്ലാം എന്ന പ്രയോഗം ഉപയോഗിക്കപ്പെടും. ഇമാം ബുഖാരി ഇവിടെ ഇദാ ലം യകുനിൽ ഇസ്ലാമു അൽ ഹഖീഖ, അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ, ഏത് ഇസ്ലാം എന്ന പ്രയോഗം യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ എന്താണ്? പരലോകത്ത് ആ വിശ്വാസിക്ക്, ആ മനുഷ്യന് ഉപകരിക്കില്ല. ഇനി നമുക്ക് ഹദീസ് വായിക്കാം. അതിന് ശേഷം വേറൊരു ആയത്ത് പറയുന്നുണ്ടല്ലോ, ഫഇദാ കാന അലൽ ഹഖീഖത്തി, എന്നാൽ അതിൻ്റെ ശരിയായ ഹഖീഖത്തായ അർത്ഥത്തിലൂടെ ഇസ്ലാം എന്ന പ്രയോഗം വന്നു കഴിഞ്ഞാൽ ഫഹു അലാ ഖൗലിഹി ജല്ല ദിക്റുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ വചനപ്രകാരമായിരിക്കും. ഏതാണ് ആ വചനം? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ദീൻ, മതം ഏതാണ്? ഇസ്ലാമാകുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന നിശ്ചയം, തീർച്ചയായും, അദ്ദീൻ മതം, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ, അൽ ഇസ്ലാം. ഇവിടെ സ്ഥിരപ്പെട്ട ദീൻ എന്ന് പറഞ്ഞല്ലേ നമ്മൾ, അത് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ പല ക്ലാസ്സുകളിലും വലൈക്കും അസ്സലാം സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. എന്താണത്? അറബി ഭാഷാ നിയമങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഖുർആനിൻ്റെ ശരിയായ തഫ്സീർ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഭാഷാപരമായി പറയുകയാണെങ്കിൽ ഇൻദല്ലാഹി, അള്ളാഹുവിങ്കൽ, ശരിക്കും ബാഹ്യമായി നമ്മൾ അർത്ഥം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? അള്ളാഹുവിങ്കൽ മതം ഇസ്ലാം ആകുന്നു. അള്ളാഹുവിങ്കൽ മതം, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മതം ഇസ്ലാം ആകുന്നു. യഥാർത്ഥത്തിൽ ഇൻദല്ലാഹി എന്ന് പറയുന്നത് അറബി ഗ്രാമറിൽ പറയും അത് വർഫാണ്. വദ്ദർഫ് മുതഅല്ലിഖുൻ ബിഹാൽ, ഒരു ഹാലുമായി ബന്ധപ്പെട്ട ഒരു വർഫാണ് ഇൻദല്ലാഹ് എന്ന ഈ പദം. എന്താണ് ഇതിൻ്റെ തഖ്ദീർ? സാബിതൻ, ഇന്നദ്ദീന സാബിതൻ ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിങ്കൽ സ്ഥിരപ്പെട്ട, സ്ഥായിയായ, സാബിതായ ദീൻ ഏതാകുന്നു? ഇസ്ലാമാകുന്നു. നമുക്ക് നിങ്ങൾ അർത്ഥം മാറിയത്. അതുകൊണ്ട് തന്നെ അറബി ഭാഷാ നിയമങ്ങൾ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഹദീസ് വായിക്കാം. ഹദ്ദസന അബുൽ യമാൻ, അബുൽ യമാൻ എന്നോട് പറഞ്ഞു. ആരാണ് ഈ അബുൽ യമാൻ? അദ്ദേഹം അൽ ഹകം ഇബ്നു നാഫിഅ അൽ ഹിംസി, ഇമാം ബുഖാരിയുടെ ഗുരുവാണ്, ഉസ്താദാണ്. അബുൽ യമാൻ അൽ ഹകം ഇബ്നു നാഫിഅ അൽ ഹിംസി, അബുൽ യമാൻ. അദ്ദേഹത്തിൻ്റെ കുനിയത്താണ് ഏത്? അബുൽ യമാൻ. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഹിജ്റ 222 മരണപ്പെട്ടു. ഖാല അഖ്ബറനാ ശുഐബുൻ, അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? അബുൽ യമാൻ പറഞ്ഞു. അഖ്ബറന, നമ്മോട് അറിയിച്ചു തന്നു, നമുക്ക് അറിയിച്ചു തന്നു. ആര്? ശുഐബുൻ. ആരാണ് ഈ ശുഐബ്? ഇമാം ശുഐബ് ഇബ്നു അബി ഹംസ അൽ ഉമവി, ഇമാം അബൂബക്കർ അസ്സുഹരിയുടെ പ്രമുഖ ശിഷ്യനാണ് അദ്ദേഹം. ഹിജ്റ 162 മരണപ്പെട്ടു. ഇവിടെ ആദ്യം പറഞ്ഞു ഹദ്ദസന, പിന്നീട് പറഞ്ഞു എന്ത്? അഖ്ബറന. ഇവ തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? ഇമാം ബുഖാരിയുടെ വീക്ഷണപ്രകാരം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇസ്നാദുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇമാം ബുഖാരിയുടെ വീക്ഷണപ്രകാരം ഹദ്ദസന എന്ന് പറഞ്ഞാലും അഖ്ബറന എന്ന് പറഞ്ഞാലും എന്തില്ല? വ്യത്യാസമില്ല. ഇമാം മുസ്ലിമിൻ്റെ വീക്ഷണപ്രകാരം ഹദ്ദസന എന്ന് പറഞ്ഞാൽ ഷെയ്ഖിൻ്റെ വായയിൽ നിന്ന് നേരിട്ട് തന്നെ ശിഷ്യൻ കേട്ടു, അതാണ് ഹദ്ദസന. അതായത് എൻ്റെ ഉസ്താദായ അബുൽ യമാൻ എനിക്ക് പറഞ്ഞു തന്നു, ഹദീസ് പറഞ്ഞു തന്നു, ഞാൻ അപ്പടി കേട്ടു. അഖ്ബറന എന്ന് വെച്ചാൽ
ആ വിദ്യാർത്ഥി ഷെയ്ഖിൻ്റെ അടുക്കൽ ഹദീസ് പാരായണം ചെയ്യുന്ന വായിക്കപ്പെടുന്ന സദസ്സിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു വിദ്യാർത്ഥി ഷെയ്ഖിന് വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അയാളും അതിൽ ഹാജരായി പങ്കെടുത്തു. അങ്ങനെ ഷെയ്ഖിന് വായിച്ചു കൊടുക്കുന്ന സദസ്സിൽ ഞാൻ പങ്കെടുത്തു, അങ്ങനെ ഹദീസ് കേട്ടു എന്നായി അഖ്ബറന എന്ന പദത്തിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അഖ്ബറന ഹദ്ദസന എന്ന വാക്കിൻ്റെ ഇമാം മുസ്ലിമിൻ്റെ വീക്ഷണപ്രകാരമുള്ള വ്യത്യാസം. എന്നാൽ ഇമാം ബുഖാരിക്ക് ഈ വ്യത്യാസമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഹദ്ദസന അബുൽ യമാൻ ഖാല അഖ്ബറന ശുഐബുൻ അനി സുഹ്രി. ഇമാം അബൂബക്കർ അസ്സുഹ്രി അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ഉബൈദില്ലാ അൽ ഖുറശി അസ്സുഹ്രി. ഈ അസ്സുഹ്രി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് അവസാനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നസബും ഇമാം സുഹ്രിയുടെ നസബും അവസാനിക്കുന്നത് ഒരു പിതാവിലേക്കാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നസബ്, അതായത് പരമ്പര, കുടുംബ പരമ്പര ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നി അബ്ദുൽ മുത്തലിബ് ഇബ്നി ഹാഷിം ഇബ്നി അബ്ദി മനാഫ് ഇബ്നി ഖുസൈ ഇബ്നി കിലാബ്, അങ്ങനെയാണല്ലോ. ഇമാം സുഹ്രിയുടെ നസബ് അവസാനിക്കുന്നത് ഖുസൈന് പകരം ആരാണ്? സുഹ്റയാണ്. സുഹ്റ ഇബ്നി കിലാബ് എന്നാണ്. അതുകൊണ്ട് തന്നെ സുഹ്റയിലേക്ക് ചേർത്ത് പറയുന്ന പണ്ഡിതന്മാർക്ക് എന്ത് പറയും? അസ്സുഹ്രി എന്ന് പറയും. മനസ്സിലായില്ലേ? അസ്സുഹ്രി എന്ന് പറയാനുള്ള കാരണം സുഹ്റ ഇബ്നു കിലാബ് എന്ന ആ പിതാവിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് അവിടെ ആ പദം വന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇമാം സുഹ്രി. അത് ഈ കാരണം കൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള സംഗതി. قال أخبرني عامر بن سعد بن أبي وقاص. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സഹാബി വര്യൻ്റെ മകനാണ് ആര്? ആമിർ. ആമിർ ഇബ്നു സഅദ് ബിൻ അബി വഖാസ് അസ്സുഹ്രി. അദ്ദേഹവും അസ്സുഹ്രിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബ പേരും അസ്സുഹ്രിയാണ്. ഇമാം ആമിറിൻ്റെ മകൻ അഥവാ ശിഷ്യൻ ആയ അബൂബക്കർ അസ്സുഹ്രി, അദ്ദേഹവും സുഹ്രിയാണ്. ഇമാം അബൂബക്കർ അസ്സുഹ്രി റഹ്മഹുല്ലാ, അദ്ദേഹം അറിയപ്പെട്ട താബിഈ പണ്ഡിതൻ മാത്രമല്ല, പണ്ഡിതന്മാർ പറയുന്നത് പോലെ മുത്തഫഖുൻ അലാ ജലാലതിഹി വ ഇത്ഖാനിഹി, അദ്ദേഹം വലിയ മഹാനാണെന്നും അതുപോലെ തന്നെ ഹദീസിൻ്റെ വിഷയത്തിൽ വലിയ പണ്ഡിതനാണെന്നും എന്ന വിഷയത്തിൽ മുത്തഫഖുൻ അലൈഹി, അതായത് അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ഭിന്നതയില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനും താബിഈ പണ്ഡിതനുമാണ് ആര്? ആമിർ. അദ്ദേഹം 104 മരണപ്പെട്ടത്. അൻ സഅദിൻ, അദ്ദേഹത്തിൻ്റെ പിതാവായ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്. ആരാണ് സഅദ്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുനി എന്താണ്? പലർക്കും അറിയണം എന്നില്ല. അബു ഇസ്ഹാഖ്. അബു ഇസ്ഹാഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുനിയ. അസ്സുഹ്രി. ഇപ്പോൾ സഅദ് ബിൻ അബി വഖാസിൻ്റെ നസബും എന്താണ്? സുഹ്രിയാണ്. സ്വർഗം സന്തോഷ വാർത്തയായി അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ്. അവരിൽ അവസാനമായി മരണപ്പെട്ടതും ആരാവുന്നു? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ 55 മരണപ്പെട്ടു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅതാ റഹ്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകൾക്ക് നൽകി. എന്ത് നൽകി? അതായത് സമ്പത്ത് വല്ലതും നൽകി. ഇവിടെ എന്താണ് നൽകിയത് എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അഅതാ റഹ്തൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ പ്രവേശിച്ച നവമുസ്ലിമീങ്ങൾക്ക് അവരെ ഇസ്ലാമുമായി ഇണക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാമ്പത്തികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉപകാരങ്ങളും ചെയ്യും. കാരണം ചിലരുടെ
മനസ്സ് ഇണങ്ങണമെങ്കിൽ അങ്ങനെ ഒരു രീതിയും സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ അൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന വിഭാഗക്കാർക്ക് എന്തുണ്ട്? സക്കാത്തിൻ്റെ ഒരു ഓഹരി വരെ നൽകാം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വസഅദുൻ ജാലിസ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകൾക്ക്, പുരുഷന്മാർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയായിരുന്നു. ഈ റഹ്ത്ത് എന്ന് വെച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചാണ് പറയാറുള്ളത്. 3 മുതൽ 10 വരെയുള്ള പുരുഷന്മാർക്കാണ് റഹ്ത്ത് എന്ന് പ്രയോഗിക്കുക. മനസ്സിലായില്ലേ? 3 മുതൽ 10 വരെയുള്ള പുരുഷന്മാർക്കാണ് റഹ്ത്ത് എന്ന് പറയുക. വസഅദുൻ ജാലിസ്, സഅദ് ഇരിക്കെ, സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കെ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതാണ് അറബിയിൽ പറയുക ഹാൽ, ഹാൽ എന്ന് പറയുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അവസ്ഥയിലാണ് ആ പുരുഷന്മാർക്ക് സഹായിച്ചത്, നൽകിയത് സമ്പത്ത്? സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കെ. ഫതറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ അവിടെ ഉപേക്ഷിച്ചു. അതായത് അയാൾക്ക് ആ സമ്പത്തിൽ നിന്ന്, ഗനീമത്താകട്ടെ അല്ലാതിരിക്കട്ടെ, അതിൽ നിന്ന് നൽകിയില്ല. ഒരു പക്ഷേ, കാരണം ഇമാം ബുഖാരി ഹദീസ് തന്നെ കിതാബു സക്കാത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഒരു പക്ഷേ സക്കാത്തിൽ നിന്നായിരിക്കും നൽകുന്നത്. ഏതായാലും ഒരു വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സക്കാത്തിൽ നിന്ന്, ആ സമ്പത്തിൽ നിന്ന് ഒന്നും കൊടുത്തില്ല, അയാളെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഹുവ അഅജബുഹും ഇലൈഹി, സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാൽ ആ വ്യക്തിയാകട്ടെ അയാളാകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയമുള്ളവൻ. ഇലയ്യ എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, അത് മായ്ച്ചു കളഞ്ഞാൽ മതി. ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, മാലക അൻ ഫുലാൻ, താങ്കൾ എന്തുകൊണ്ടാണ് ആ മനുഷ്യനിൽ നിന്ന്, ആ വ്യക്തിയിൽ നിന്ന് പിന്മാറിയത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് സമ്പത്തിൽ നിന്ന് നൽകിയില്ല? ഫവല്ലാഹി ഇന്നി ല അറാഹു മുഅ്മിന, ഇത് ല അറാഹു എന്ന് വായിക്കും, ല ഉറാഹു എന്നും വായിക്കും. ല അറാഹു എന്ന് വെച്ചാൽ എന്തായി അർത്ഥം? ഇവിടെ ശരിക്ക് അറ എന്ന വാക്കിന് നമ്മൾ സാധാരണ കൊടുക്കാറുള്ള അർത്ഥം എന്താണ്? കാണുക എന്നാണ്, അല്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പ്രയോഗിച്ചാലും അവിടെ കാഴ്ച എന്നല്ല ഉദ്ദേശം. ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറിയുന്നത്. അതേ രൂപത്തിൽ തന്നെ അറബിയിലും ല അറാഹു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ല ഉറാഹു എന്ന് വെച്ചാൽ ഞാൻ കരുതുന്നത്. അറാഹു എന്ന് വെച്ചാൽ ഞാൻ അറിയുന്നത്, ഉറാഹു എന്ന് വെച്ചാൽ ഞാൻ കരുതുന്നത്, മനസ്സിലാക്കുന്നത്. ഫവല്ലാഹി ഇന്നി ല അറാഹു മുഅ്മിന, എൻ്റെ അറിവ് പ്രകാരം ഞാൻ അറിയുന്നത് അദ്ദേഹം ഒരു വിശ്വാസിയായിട്ടാണ്, ഒരു വിശ്വാസിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്ന് ആര് പറഞ്ഞു? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് അയാൾക്കാണ് ഈ മുഅല്ലഫത്ത് ഖുലൂബ് എന്ന വിഭാഗക്കാർക്ക് കൂടുതൽ അവകാശം, അർഹത എന്ന് ആര് സൂചിപ്പിച്ചു? സഅദ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. കാരണം ഈ വ്യക്തിയുടെ പേര് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ഇദ്ദേഹം മുഹാജിറാണ്. എന്നാൽ ഈ വിഭാഗക്കാരോ, അഥവാ സക്കാത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന് നൽകപ്പെട്ട ആ റഹ്ത്ത് എന്ന ആ വിഭാഗക്കാർ, അവരെന്താണ്? പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരെക്കാൾ കൂടുതൽ അർഹത ആർക്കാണ്? ഈ മനുഷ്യരാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജുഐൽ ഇബ്നു സുറാഖ അദ്ദംരി. അദ്ദേഹത്തിൻ്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്, ഒരു പുരുഷന് ആ സക്കാത്തിൽ നിന്ന് നൽകാതെ അയാളെ ഉപേക്ഷിച്ച് കളഞ്ഞു. ആ ഉപേക്ഷിക്കപ്പെട്ട ആ മനുഷ്യന്റെ, ആ പുരുഷന്റെ പേരെന്താണ്? ജുഐൽ ഇബ്നു സുറാഖ അദ്ദംരി.
ജുഐൽ ഇബ്നു സുറാഖ അദ്ദംരി എന്നാണ് ഈ സഹാബിയുടെ പേര്. ഇവിടെ സഅദ് റളിയല്ലാഹു അൻഹു ഫവല്ലാഹി ഇന്നി ലഅറാഹു മുഅ്മിന എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഔ മുസ്ലിമ, അങ്ങനെയല്ല, മുസ്ലിമായിട്ടല്ലേ താങ്കൾ കാണുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു മുഅ്മിനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതെന്ന് പറയുമ്പോൾ നബി തിരുത്തിക്കൊണ്ട് പറയുകയാണ് ഔ മുസ്ലിമ, അങ്ങനെയല്ല, മുസ്ലിമല്ലേ, മുസ്ലിമായിട്ടല്ലേ താങ്കൾ കാണുന്നത്? അപ്പോൾ അവിടെ മുഅ്മിൻ എന്ന പ്രയോഗം ഉപേക്ഷിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറയലാണ് നല്ലത് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഫസക്കത്തു ഖലീല, അങ്ങനെ അല്പം സഅദ് റളിയല്ലാഹു അൻഹു മൗനം പാലിച്ചു, മിണ്ടാതിരുന്നു. ഇവിടെ ഇമാം ബുഖാരിയുടെ വീക്ഷണപ്രകാരം എന്താണ്? ഇബ്നു റജബിൽ ഹംബലി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, فهذا الحديث محمول عند البخاري على أن هذا الرجل كان منافقا. ഈ ഹദീസ് ഈ പശ്ചാത്തലത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോൾ എന്തായി മാറി? അറാബുകളെ പോലെ തന്നെ ഈ ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യനും എന്തായി? മുനാഫിഖാണെന്നാണ് ഇമാം ബുഖാരിയുടെ വീക്ഷണം. ഇമാം ഇബ്നു റജബിൽ ഹംബലി പറയുന്നു ഫഹാദൽ ഹദീസ് മഹ്മൂലുൻ ഇൻദൽ ബുഖാരി അലാ അന്ന ഹാദ റജുല കാന മുനാഫിഖ. ഈ മനുഷ്യൻ ഇമാം ബുഖാരിയുടെ വീക്ഷണപ്രകാരം മുനാഫിഖായിരുന്നു. വഅന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം നഫാ അൻഹുൽ ഈമാൻ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ ഇന്നി ലഅറാഹു മുഅ്മിന, ഞാനൊരു വിശ്വാസിയായിട്ടാണ് അദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തിരുത്തിക്കൊണ്ട് മുസ്ലിം അഥവാ ബാഹ്യമായി ഇസ്ലാം സ്വീകരിച്ചവൻ, ബാഹ്യമായി കീഴ്പ്പെട്ടവൻ എന്ന അർത്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യഥാർത്ഥ മുസ്ലിം ആയിരുന്നില്ല, കപടവിശ്വാസിയായിരുന്നു എന്നാണ് ഇമാം ബുഖാരിയുടെ വീക്ഷണം എന്ന് ഇബ്നു റജബിൽ ഹംബലി ഫത്ഹുൽ ബാരിയിലെ 1-ാം വാള്യം 131-ാമത്തെ പേജിൽ പറയുന്നു. വഅന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം നഫാ അൻഹുൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് ഈമാന് നിഷേധിച്ചു കളഞ്ഞു. വഅസ്ബത ലഹുൽ ഇസ്തിസ്ലാം, കീഴ്പ്പെടലാണ്, കീഴ്വണക്കമാണ് അദ്ദേഹത്തിന് നബി സ്ഥിരീകരിച്ചത്. ദൂനൽ ഇസ്ലാമിൽ ഹഖീഖി, യഥാർത്ഥ ഇസ്ലാമല്ല, മറിച്ച് ബാഹ്യമായ കീഴ്പ്പെടൽ. വഹുവ ഐദൻ ഖൗലു മുഹമ്മദ് ഇബ്നു നസ്റിനിൽ മർവസി, ഇമാം മുഹമ്മദ് ഇബ്നു നസ്ർ മർവസിയുടെയും വീക്ഷണം അതുതന്നെയാണെന്ന്. എന്നിട്ട് ഇബ്നു റജബ് റഹ്മഹുല്ലാഹ് ഈ വീക്ഷണത്തെ ഗണ്ണിക്കുകയാണ്. വഹാദാ ഫീ ഗായത്തിൽ ബുഅദ്, ഈ മനസ്സിലാക്കൽ, ഈ വീക്ഷണം വളരെ വിദൂരമായ വീക്ഷണമാകുന്നു. എന്താ കാരണം? വആഖിറുൽ ഹദീസ് യറുദ്ദു അലാ ദാലിക്, ഈ ഹദീസിൻ്റെ അവസാന ഭാഗം ഈ വീക്ഷണത്തിനെ എന്താണ് തള്ളിക്കളയുന്നു. എന്താണത്? വഹുവ ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണത്? നബിയുടെ വചനമാകുന്നു. ഇന്നി ലഉഅ്തി റജുൽ, നമുക്ക് വായിക്കാം. അതായത് ഇബ്നു റജബിൽ ഹംബലി ഈ വീക്ഷണത്തെ ഗണ്ണിച്ചുകൊണ്ട് ഈ ഹദീസിൻ്റെ അവസാന ഭാഗം വന്നല്ലോ, എന്ത്? ലഉഅ്തി റജുൽ, ഇന്നി ലഉഅ്തി റജുൽ വഗൈറുഹു അഹബ്ബു ഇലയ്യ മിൻഹു, ഞാനൊരു മനുഷ്യന്, ഒരു പുരുഷന് വല്ലതും നൽകും. വഗൈറുഹു അഹബ്ബു ഇലയ്യ മിൻഹു, എന്നാൽ അയാളല്ലാത്തവരാണ് അഹബ്ബു ഇലയ്യ മിൻഹു, അതായത് ഞാൻ ഒരാൾക്ക് നൽകി, പക്ഷെ അയാളെക്കാൾ എനിക്ക് പ്രിയമുള്ളവരാരായിരിക്കും? അയാളല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇബ്നു റജബുൽ ഹംബലി പറയുന്നു, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തിന് സക്കാത്തിൽ നിന്ന് നൽകി, അവരെക്കാൾ ഒരു പക്ഷെ സ്നേഹം ആർക്കായിരിക്കും? ഈ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ അയാൾ നിർബന്ധമായി എന്തായി? വിശ്വാസിയായി, അഥവാ കപടവിശ്വാസി അല്ല. അതാണ് ഇമാം ഇബ്നു റജബുൽ ഹംബലി
ഈ വീക്ഷണത്തെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്. ഫസക്കത്തു ഖലീല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയല്ലോ സഅദിനെ. ഔ മുസ്ലിം എന്ന് പ്രയോഗിക്കൂ. കാരണം എന്താണ്? മുസ്ലിം മുഅ്മിൻ ഇത് രണ്ട് പദവികളാണ്. അവർ ഇസ്ലാം അടുത്ത് തന്നെ സ്വീകരിച്ച നവമുസ്ലിമീങ്ങളാണ്. ആ പൂർണ്ണമായ വിശ്വാസം അവരുടെ മനസ്സിൽ എന്താണ് ഉറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിൻ എന്ന് പ്രയോഗിക്കാതെ മുസ്ലിം എന്ന് പറയൂ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഫസക്കത്തു ഖലീല, സഅദ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു. ثم غلبني ما أعلم منه, ആ വ്യക്തിയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന് അറിയാവുന്ന കാര്യം എന്താണ്? അദ്ദേഹം വലിയ മഹാനാണ്, വിശ്വാസിയാണ് എന്നെല്ലാം അറിയാം. ആ കാര്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. ആരെ കീഴ്പ്പെടുത്തി? അത് മൗനം പാലിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് വീണ്ടും അതിലേക്ക് തന്നെ മടങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫഅഉത്തു ലിമഖാലത്തി, അങ്ങനെ എൻ്റെ പഴയ സംസാരത്തിലേക്ക് വീണ്ടും ഞാൻ മടങ്ങി. ഫഅഉത്തു ലിമഖാലത്തി, ഉഅ്തു എന്ന് പറഞ്ഞാൽ മടങ്ങി, ലിമഖാലത്തി എൻ്റെ സംസാരത്തിലേക്ക്. ഫഖുൽതു മാ ലക അൻ ഫുലാൻ, വീണ്ടും പറഞ്ഞു എന്തുകൊണ്ടാണ് താങ്കൾ ആ മനുഷ്യനിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞത്? ഫവല്ലാഹി ഇന്നി ലഅറാഹു മുഅ്മിന, അല്ലാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തെ മുഅ്മിനായിട്ടാണ് കാണുന്നത്. ഫഖാല ഔ മുസ്ലിമ, മുസ്ലിമായിട്ടല്ലേ? സുമ്മ ഗലബനി മാ അഅലമു മിൻഹു, പിന്നെയും വീണ്ടും മൂന്നാമതും അദ്ദേഹം ആവർത്തിച്ചു. ഫഅഉത്തു ലിമഖാലതി വആദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടേക്ക് നോക്കൂ നിങ്ങൾ, സഹാബത്തുകൾ ഇൽമു പഠിക്കാനുള്ള ജാഗ്രത, അതോടൊപ്പം തന്നെ ആ ശിഷ്യൻ്റെ ആ സഹാബിയുടെ ഇൽമു പഠിക്കാനുള്ള ആ ശ്രമം, ആ ജാഗ്രത, അത് ക്ഷമയോടെ കേട്ടുനിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ നിലപാടും, ഇതൊക്കെ ശരിക്കും നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയൊരു പാഠമാണ്. ثم قال يا سعد, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സഅദ് ഇന്നി ലഉഅതി الرجل وغيره احب الي منه, ഞാൻ നിശ്ചയം ഒരു പുരുഷന് വല്ലതും നൽകും, വഗൈറുഹു അഹബ്ബു ഇലയ്യ മിൻഹു, എന്നാൽ അയാളല്ലാത്തവരായിരിക്കും എന്നിലേക്ക് കൂടുതൽ പ്രിയമുള്ളവർ. ഖശ്യത അൻ യകുബ്ബഹു അല്ലാഹു ഫിന്നാർ, എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വ്യക്തിക്ക് സമ്പത്തിൽ നിന്ന് നൽകിയത്? ഖശ്യത അൻ യകുബ്ബഹു അല്ലാഹു ഫിന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലേക്ക് കമഴ്ത്തിക്കൊണ്ട് വലിച്ചെറിയുന്നത് ഭയന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ നൽകാനുള്ള കാരണം. അതായത് ഈ മനസ്സ് ഇണക്കപ്പെട്ടവർക്ക് ഇതുപോലെയുള്ള സക്കാത്തിൽ നിന്നും ദാനധർമ്മങ്ങളിൽ നിന്നും നൽകിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവർ ആ പഴയ കുഫ്രിലേക്ക് മടങ്ങും, തിരിച്ചു വരും. അങ്ങനെ അവർക്ക് കാലാകാലമായ ആ ജഹന്നമിലേക്ക്, ആ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഉള്ള അവസ്ഥയിലേക്ക് അവർ മടങ്ങും. അതുകൊണ്ട് ആ അവസ്ഥ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മനസ്സിണക്കുവാൻ വേണ്ടി അവർക്ക് മാലിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സക്കാത്തിൽ നിന്ന് ധാരാളം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ അവരെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നല്ല. അപ്പം സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്താണ്? സാമ്പത്തികമായ ഉപകാരങ്ങൾ ചെയ്യുക എന്നല്ല. ഇതൊക്കെ ശരിക്ക് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തി അയാൾ വിശ്വാസിയായിരുന്നു, അതൊക്കെ നബിക്കറിയാം. പക്ഷേ വേറൊരു ഹിക്മത്ത്, ഒരു ഉദ്ദേശം ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. ഒന്ന്, ഇസ്ലാം, ഈമാൻ എന്ന ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാം എന്ന ഈ മഖാം, എന്ന ഈ സ്ഥാനം, അതിനേക്കാൾ ഉയർന്ന സ്ഥാനമാകുന്നു ഈമാനിൻ്റെ സ്ഥാനം. ഇമാം ബുഖാരിയുടെ വീക്ഷണപ്രകാരം ഈമാൻ എന്ന് വെച്ചാലും ഇസ്ലാം എന്ന് വെച്ചാലും ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ഒന്നാണ്. എന്നാൽ ഇവ തമ്മിൽ അന്തരമുണ്ട് എന്നാണ് ബഹുഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരുടെയും വീക്ഷണം. ഇമാം ഇബ്നു റജബിൽ ഹംബലി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ കാര്യം വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നമുക്ക്
വായിക്കാം. അദ്ദേഹം പറയുന്നു, وبهذا يجمع بين حديث سؤال جبريل عن الإسلام والإيمان ففرق النبي صلى الله عليه وسلم بينهما. ജിബ്രീലിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ഈമാൻ തമ്മിൽ വേർതിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. وبين حديث وفد عبد القيس حيث فسر فيه النبي صلى الله عليه وسلم الإيمان المنفرد بما فسر به الإيمان المقرون في حديث جبريل. وقد حكى هذا القول أبو بكر الإسماعيلي عن كثير من أهل السنة والجماعة. ഈ വ്യത്യാസപ്പെടുത്തൽ, ഈമാൻ ഇസ്ലാം തമ്മിലുള്ള വ്യത്യാസപ്പെടുത്തൽ എന്താണ് ധാരാളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് ഇമാം ഇസ്മാഈലി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ മാനദണ്ഡം? അദ്ദേഹം പറയുന്നു, فإن أفرد أحدهما دخل الآخر فيه وإن قرن بينهما كان شيئين حينئذ. അതായത് ഈമാൻ ഇസ്ലാം എന്ന രണ്ട് പ്രയോഗങ്ങളുണ്ടല്ലോ, അവ ഒരുമിച്ചാൽ അവയുടെ അർത്ഥം എന്തായി? വെവ്വേറെയായി. ഇസ്ലാമും ഈമാനും ജിബ്രീലിൻ്റെ ഹദീസിൽ ഒരേ ഹദീസിൽ വന്നു, ഒന്നിച്ചു. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അർത്ഥം ഒന്നും ഈമാനിൻ്റെ അർത്ഥം ഒന്നുമായി. എന്നാൽ വെവ്വേറെയാണെങ്കിലോ ഇസ്ലാം മാത്രമായി നമ്മൾ ഉദ്ധരിച്ചു. അപ്പം എന്തായി? മൊത്തത്തിൽ ഇസ്ലാം മതം ഈമാനും ഉൾക്കൊള്ളുന്ന എന്തായി? വിശാലമായ അർത്ഥമായി തീർന്നു. അതാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇവിടെ ഈമാനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഇസ്ലാം അല്ല ഉദ്ദേശിക്കുന്നത്, ഇസ്ലാം എന്ന ദീനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാമിനോടൊപ്പം ഈമാൻ ഉദ്ധരിച്ചാലോ ഇസ്ലാമിൻ്റെ അർത്ഥം ഒന്നായി, ഈമാനിൻ്റെ അർത്ഥം വേറെ ഒന്നും ആയി. ഇതാണ് പണ്ഡിതന്മാരുടെ ശരിയായ അഭിപ്രായം. ബഹുഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണം ഇത് തന്നെയാണെന്ന് ആര് പറയുന്നു? ഇമാം ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു റജബിൻ്റെ ഫത്ഹുൽ ബാരി വായിച്ചാൽ ശരിക്കും നമുക്ക് സഹീഹുൽ ബുഖാരി സലഫി മൻഹജ് പ്രകാരം വായിക്കാൻ സാധിക്കും. ആ സലഫി വീക്ഷണം മറ്റു ശർഹുകളിൽ നമുക്ക് ഇത്രയും സൂക്ഷ്മമായി വായിക്കാൻ സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി ഇബ്നുൽ ഖയ്യിമിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇൽമു പഠിക്കുകയും സലഫി ആദർശം മനസ്സിലാക്കുകയും ചെയ്ത വലിയ പണ്ഡിതനാണ് ഇമാം ഇബ്നു റജബിൽ ഹംബലി. അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരി അദ്ദേഹം പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ഖശ്യത അൻ യകുബ്ബഹു അല്ലാഹു ഫിന്നാർ. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ വിഭാഗക്കാർക്ക്, മനസ്സിണക്കപ്പെട്ടവർ, അവരെ അള്ളാഹു സുബ്ഹാനഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് ഭയന്നുകൊണ്ടാണ് അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് ഈ ഭൗതിക ലോകത്ത് അവർക്ക് ധാരാളം ദാനധർമ്മങ്ങളിൽ നൽകുന്നത്. അങ്ങനെ അവരുടെ മനസ്സ് കൂടുതൽ ഇസ്ലാമുമായി ഇണക്കപ്പെടുവാൻ വേണ്ടിയിട്ട്. വറവാഹു യൂനുസു വസാലിഹുൻ വമഅ്മറുൻ. യൂനുസ് ഇബ്നു യസീദ് അൽ ഐലി ഹിജ്റ 159 മരണപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസാലിഹുൻ സാലിഹു ഇബ്നു കൈസാൻ അൽ മദനി ഹിജ്റ 130 ശേഷം മരണപ്പെട്ടു. വമഅ്മറുൻ മഅ്മർ ഇബ്നു റാഷിദ് അൽ അസ്ദി അദ്ദേഹം ഹിജ്റ 154 മരണപ്പെട്ടു. വബ്നു അഖി സുഹ്രി. ആരാണ് ഇബ്നു അഖി സുഹ്രി? അദ്ദേഹം മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുസ്ലിം, അതായത് ഇമാം സുഹ്രിയുടെ സഹോദരൻ്റെ പുത്രൻ. അദ്ദേഹവും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഈ 4 പണ്ഡിതന്മാരും ഈ ഹദീസ് ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്? അനിസ് സുഹ്രി, ഇമാം സുഹ്രിയിൽ നിന്ന്. ഇത് ഇസ്നാദുമായി ബന്ധപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർക്ക് കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇമാം സാലിഹ് അദ്ദേഹം താബിഇയാണ്. ഇമാം സാലിഹ് സുഹ്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര താബിഇകളാണ് ഈ ഹദീസ് ഒരേ നിലക്ക് വന്നത്? ഒന്ന് ഇമാം സാലിഹ് താബിഇയാണ്, ഇമാം സുഹ്രി താബിഇയാണ്. സുഹ്രി ആരിൽ നിന്നാണ് ഉദ്ധരിച്ചത്? ഇമാം ആമിറിൽ നിന്ന്. അപ്പോൾ 3 പണ്ഡിതന്മാരും ആരായി? താബിഇ പണ്ഡിതന്മാരായി. ഇനി ഇബ്നു അഖി സുഹ്രി, ഇമാം സുഹ്രിയുടെ സഹോദരൻ്റെ പുത്രനാണ്. സുഹ്രിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ ഇമാം ഇബ്നു അഖി സുഹ്രി അദ്ദേഹവും ഇമാം സുഹ്രിയും അതുപോലെ തന്നെ ആമിറും സഅദ് റളിയല്ലാഹു അൻഹു 4 പേരും സുഹ്രി കുടുംബത്തിൽ പെട്ട പണ്ഡിതന്മാരായി. അപ്പോൾ ഇത് ഇസ്നാദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിവിടെ ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമ്മുടെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട
ഈ പ്രധാനപ്പെട്ട ഹദീസാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.